പെണ്ണേ, നിന്റെ വേഷം നീ ശ്രദ്ധിക്കണം. ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാനാവില്ലെന്നല്ലേ ഇസ്ലാമിന്റെ വേഷം ധരിക്കാത്ത പെണ്ണിനോട്, ഞാൻ മുസ്ലിം പെണ്ണിനോടാ പറയുന്നത്. നാളെ ആരും ഇത് അന്തിച്ചർച്ചയ്ക്ക് ചാനലിൽ കൊണ്ടുവരണ്ട. ഞങ്ങളുടെ സമുദായത്തോടാ പറയുന്നത്, അള്ളാന്റെ ഖുർആൻ അംഗീകരിക്കുന്നവരോടാ പറയുന്നത്, മുത്തു മുസ്തഫയെ സ്നേഹിക്കുന്നവരോടാ പറയുന്നത്, കാനേഷുമാരി മാപ്പിളമാരോടല്ല. അതുകൊണ്ട് അതാരും പൊക്കി പിടിക്കണ്ട. അതുകൊണ്ട് നിയമം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരോടാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളിങ്ങനെ ഈ പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ ഇങ്ങനെ പാൻറ്റും ഷർട്ടും ധരിക്കുന്നു, തല അടക്കി ഒരു കെട്ടാണ്, അതേ സ്കാർഫ് എന്ന രൂപത്തിൽ അങ്ങനെ തല മറച്ചിട്ടുണ്ട്, മാറുമറച്ചിട്ടില്ല. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുടെയും അതുപോലെ തന്നെയുള്ള പ്രകടമായ പല വിധത്തിലും അത് പ്രകടിപ്പിക്കുന്ന രീതിയാണ്. ശ്രദ്ധിക്കണം ഉമ്മമാരെ, പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവരോടാ പറയുന്നത്. മരിച്ചു കഴിയുമ്പോൾ ഈ ചുരിദാറും അതുപോലെ തന്നെ ഈ ടൈറ്റ് പാൻറ്റും ഒന്നും ഇട്ടിട്ടല്ല കബറിലേക്ക് കൊണ്ടുപോവുക. എല്ലാം അഴിച്ചൂരി അതേ കഫൻ പുടവയിൽ പൊതിഞ്ഞോ, ആഭരണങ്ങൾ മുഴുവനും ഊരിയെടുത്തോ. അതേ റമദാനാ വരുന്നത്, അതേ നിങ്ങളുടെ സക്കാത്തിന്റെ കണക്ക് നോക്കിക്കോ. ആഭരണങ്ങൾക്ക് സക്കാത്തില്ലെന്ന് ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ടെങ്കിലും ഉണ്ടെന്ന അഭിപ്രായമാണ് പ്രബലം. അതുകൊണ്ടത് കൊടുത്തോളൂ. നരകത്തിയിലെ മോതിരം വേണ്ട, നരകത്തിയിലെ വളകളണിയണ്ട. നമുക്ക് സ്വർഗമാണ് വേണ്ടത്. അതിനാവശ്യമുള്ളത് നമ്മൾ ചെയ്യണം.